ഹലോ. ഹലോ, നമസ്തേ. ആരാ? അൻസാരി തങ്ങളല്ലേ? ആരാ? ഇത് ചണ്ടാളബാബയുടെ ആശ്രമത്തിൽ നിന്നാണ്. തിരക്കിലാണോ? എന്ത് പറ്റി പറഞ്ഞോ? അല്ല, ബാബാജിക്ക് ഒരു കാര്യം ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ ഒന്ന് വിളിച്ചതായിരുന്നു. ആ പറഞ്ഞു, സംസാരിക്കണം. ആ, ചേർത്തലയില് ഒരു ഹോട്ടലിന്റെ ഒരു വിഷയം, പരസ്യത്തിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ. അതിൽ അങ്ങ് പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു ബാബാജി. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊന്ന് സംസാരിക്കാനായിരുന്നു. ഓക്കെ. നമസ്കാരം. നമസ്കാരം ബാബാജി, പറഞ്ഞു. പിന്നെ അങ്ങ് ആ വീഡിയോയിൽ അതിന് മുമ്പും അങ്ങനെ തവണ വിളിച്ചത് ഇത്ര വിഷയം പറയാനാണ്. അപ്പൊ അങ്ങേപ്പോ ഒരാൾ അങ്ങനത്തെ ഒരു വീഡിയോയിൽ അത് പറയാൻ പാടില്ല പറയുമ്പോ ഇവിടെ ഒരു വെജിറ്റേറിയൻ ഹിന്ദുയിസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. എനിക്കറിയാം, അറിയാത്തതുകൊണ്ടല്ല ഞാൻ മറ്റുള്ളവരെ ഒരു സമൂഹത്തിന് ആദരപൂർവ്വം കാണുന്ന ഒന്നിനെ ട്രിഗർ ചെയ്യണ്ട എന്നുള്ളത് നമ്മളിപ്പോ നമ്മുടെ നിലവിലുള്ള വിഷയം എന്താ അങ്ങനെ ശ്രദ്ധപ്പെടുത്തുകയാണ്. ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹിന്ദുയിസത്തിൽ ഏറ്റവും കൂടുതൽ രാമായണങ്ങളാണ്. ഇത് ഹിന്ദുക്കൾക്കും അറിയില്ല, മറ്റു മതസ്ഥർക്കും അറിയില്ല. അങ്ങ് പോലെ മുമ്പ് ഞാൻ വിളിക്കാൻ കാരണം രാമായണം എടുത്തുയർത്തിയിട്ട് അങ്ങ് ഓൾറെഡി ഹിന്ദുക്കൾ ഇത് പഠിച്ചിട്ടുണ്ടോ ചോദിക്കുന്ന ഒരു വിഷയം വന്നപ്പോഴാണ് നമ്മൾ അങ്ങേ വിളിച്ചത്. രാമായണം എല്ലാ ഹിന്ദുക്കളുടെയും അല്ല. ഹിന്ദു എന്ന് പറഞ്ഞ ഡിനോമിനേറ്റ്സ് ആണ്, റിലീജിയസ് ഡിനോമിനേറ്റ്സ് ആണ്. അപ്പൊ അതില് വാമാചാര പാരമ്പര്യത്തിൽ മദ്യ, മത്സ്യ, മാംസം, മുദ്ര, മൈഥുനം 5 കാര്യങ്ങളെ കൊണ്ട് ഉപാസന നടത്തുന്ന ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ ഒരുപാട് ഹിന്ദുക്കൾ ഇപ്പൊ നമ്മള് മാംസം ഇപ്പൊ കണി കാണുന്ന നേരത്തെ മാംസം വിശേഷപ്പെട്ട ഒരു കാഴ്ചദ്രവ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു മുസ്ലിം വെച്ചത് കൊണ്ട് അത് തെറ്റാണ്, അത് കൃഷ്ണന് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാ. കാരണം കൃഷ്ണന് വാമദ്രവ്യമായിട്ട് മാംസം തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതൊരു വെജിറ്റേറിയൻ ഹിഡൻ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഭീഷണി മുഴക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ അവര് പോണത് ശരിയെന്ന് വരികയാണ്. ബാബാജി, അങ്ങ് പങ്കുവെക്കുന്നത് ഒരു വിശാലമായ ആശയമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്കിത് പറയലേ നിർവാഹമുള്ളൂ. കാരണം മറ്റുള്ളവർ ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ അതിനകത്ത് നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അങ്ങ് പറഞ്ഞ ആശയം എനിക്ക് കൂടെ മനസ്സിലാകുന്നതാണ്. കാരണം എന്താ പറയുക, ഇതിന്റെ കമന്റ് ബോക്സിൽ തന്നെ വന്നിരുന്നു, ഉസ്താദെ ദൈവങ്ങളെ പൂജിക്കാൻ വേണ്ടി അതിന്റെ താഴെ മദ്യം, ദൈവത്തിന് ഉപാസിക്കാൻ വേണ്ടി മദ്യം വെക്കുന്നവരുണ്ട്, അറുത്ത കോഴി അതിന്റെ രക്തം വെക്കുന്നവരുണ്ട്, അപ്പൊ ഇവിടെ ഒരു ബിരിയാണി എന്ന് പറയുന്ന ഭക്ഷണം വെക്കുന്നതുകൊണ്ട് എന്ത് പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് എന്റെ കമന്റ് ബോക്സിൽ ഒരാൾ ഇട്ടിരുന്നു. അപ്പോൾ ഞാനതിന് മറുപടി കൊടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാവാ? എന്നാൽ ഇവിടെ ഇതിന് ഇങ്ങനൊന്നും വേണ്ട, ഇതൊന്നും പാടില്ല, വളരെ മഹത്തായ ഒരു വളരെ ആദരപൂർവ്വം ഇതൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വിശ്വാസമാണ് ശ്രീകൃഷ്ണന്റെ പേരിൽ മറ്റുള്ളവർക്ക് ഉള്ളതെങ്കിൽ അതിനെ ഒന്നും ട്രിഗർ ചെയ്യാൻ പാടില്ല എന്നുള്ള ആശയക്കാരാണ് ഞാൻ. അതിനപ്പുറത്തേക്ക് ഞാൻ വേറെ ഒന്നും കാണുന്നില്ല ബാബാജി. അല്ല, അപ്പോഴാണ് ഉസ്താദേ പ്രശ്നം. എന്താ വെച്ചാൽ അങ്ങേപ്പോൾ ആൾക്കാർ പറയുമ്പോൾ നമ്മളിപ്പോൾ ആളുകൾ ചിലർക്ക് തെറ്റാണെന്നും പറഞ്ഞു വെക്കിയല്ലേ? അല്ല, അങ്ങ് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ പോലെ ആക്രമിക്കപ്പെടുന്ന വിശ്വാസങ്ങൾക്ക് വേണ്ടി ഫൈറ്റ്. ഇപ്പൊ ഞാൻ എന്റെ ഭാഗമായിട്ട് ഞാൻ ആ പോസ്റ്റർ അവരെ വിളിക്കാൻ നോക്കിയാൽ എനിക്ക് കിട്ടിയില്ല. ഹോട്ടൽ ഉടമകൾ എന്നെപ്പോലുള്ള ആളുകൾ അവരെത്ര വിഷമിക്കുണ്ടെങ്കിലും നമ്മൾ പിന്തുണ പറയണം. നേരത്തെ പിന്തുണ പറഞ്ഞാൽ വേറെ വെറുതെ പ്രോത്സാഹിപ്പിക്കല്ല കേട്ടോ. ആശയപരമായിട്ട് തെറ്റല്ല. കാരണം ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ഹിന്ദുക്കളെ ആക്ഷേപിച്ചു, ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിച്ചു തെറ്റാണ്. അതെന്താ സംഘപരിവാർ ഹിന്ദുത്വത്തെയാണ് അവർക്കേ വിഷയമുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ വിഷയമായി പോസ്റ്റ് ഇട്ടപ്പോൾ ഇതിൽ തന്നെ ഹിന്ദുത്വർ വന്നിട്ട് നമ്മളെ നന്നായി ആക്ഷേപിക്കുന്നുണ്ട്. അപ്പൊ അവര് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവരെ സംബന്ധിച്ച് അവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന അവരുടെ ഒരു എന്താ വെച്ചാൽ വെപ്പൺ മാത്രമാണ് മുസ്ലിമിനെ ഉയർത്തി കാണിക്കുക എന്നുള്ളത്. അപ്പൊ അതിൽ ഇപ്പൊ പന്നിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഓൾറെഡി ഹോട്ടലിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ വണ്ടി പൈസ ചെലവാക്കി ആ ഹോട്ടലിൽ പോയിട്ട് മന്തിയും കഴിക്കും. അവർ സമ്മതിച്ച് ഞാൻ അവരെ ഹോട്ടലിൽ ഉണ്ടാക്കില്ല, പുറത്തുനിന്ന് ഞാൻ പോർക്ക് കൊണ്ടിട്ട് അവിടെ ഇരുന്ന് അതും കഴിക്കും. എന്നെ സംബന്ധിച്ച് എന്തുകൊണ്ടാ വെച്ചാല് ഈ പറയുന്ന രാഷ്ട്രത്തിൽ ഭരണഘടനാപരമായിട്ട് ഭക്ഷണത്തിന് വെച്ചിട്ടുണ്ട്. കൃഷ്ണൻ കഴിച്ചോ കഴിച്ചില്ലേ എന്നുള്ളതാണെങ്കിൽ ഇവരുടെ ഗ്രന്ഥങ്ങൾ ഇവർ പരിശോധിക്കാത്തതുകൊണ്ട് മഹാഭാരതത്തിൽ വ്യാധഗീത ഒരു ഭാഗമുണ്ട്. വ്യാധഗീതയിൽ വ്യാധൻ ഇറച്ചി വെട്ടുകാരനാണ്, ഇറച്ചി വെട്ടുന്നതിന് അദ്ദേഹത്തിന് വേദാന്തം പഠിക്കാൻ അദ്ദേഹം ഇരിക്കാൻ പോകുന്നേ. ഇത് ഇവരുടെ ഗ്രന്ഥത്തിലുള്ളതാണ്. ഇപ്പൊ ശാക്തേയ ദ്രവ്യങ്ങൾ ഇപ്പൊ വേറെ തന്നെ കൃഷ്ണനെ സംബന്ധിച്ച് കൃഷ്ണ ദ്രവ്യങ്ങൾ പറയുന്നതിൽ വാമാചാര ദ്രവ്യങ്ങൾ. ഇപ്പൊ ഇന്ന് ഞങ്ങളുടെ ആശ്രമത്തിൽ പ്രതിഷേധാത്മകമായിട്ട് ഞാൻ ഇവിടെ രാത്രി പൂജ നടത്തുകയാണ്, കൃഷ്ണന് പൂജ നടത്തണം. അത് മാംസം വെച്ചിട്ടാ പൂജിക്കണം. അതിന്റെ പോസ്റ്റർ എന്റെ FB-യിൽ ഇട്ടിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെന്റിന് നമ്മൾ അറിഞ്ഞോ അറിയാതെ അങ്ങേപ്പോഴുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരു സംസാരം ഉണ്ടാവും. നമ്മൾ ഹിന്ദുക്കളെ വിഷയമാണെങ്കിൽ ഇവർക്ക് വിഷമം, ഹിന്ദുക്കളിൽ ആർക്കാണ് വിഷമം? ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്. ബാബാജി, ഞാൻ ആ ഒരു മറുപടി അല്ലാതെ മറുപടി പറഞ്ഞാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് വിഷമം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ നല്ല ബോധ്യമുണ്ട്. ബാബാജിയുടെ തന്നെ പല വീഡിയോകളും ബാബാജി അവിടെ പൂജക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് വീഡിയോ കാണിച്ചുകൊണ്ട് എനിക്കത് പറയാൻ കഴിയും. പക്ഷെ ഞാൻ പറയാതിരിക്കുന്നത് അങ്ങനെ പോലും എന്റെ സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് വേദന ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന് മറുപടി പറയേണ്ടത് സത്യത്തിൽ ബാബാജിയാണ് മറുപടി പറയേണ്ടത്.
ഞാനല്ല ബാബാജി. ചെറിയൊരു കാര്യം സൂചിപ്പിക്കാമായിരുന്നു. ഈ ഹിന്ദു എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരുപാട് വിശാലമായി സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും അതുകൊണ്ട് രാമായണം പോലും എടുത്തു കളിച്ച് അങ്ങേക്ക് വേണമെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്ഷണം മാത്രമല്ല മറ്റുള്ളത് ഉണ്ട് എന്നുള്ളത് ആ സഹോദരങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ് അങ്ങയുടെ ഭാഗത്തുണ്ട്. അത് അങ്ങനെയല്ല. അങ്ങ് ചെയ്ത ആളുകൾ ചെയ്തത് എന്താ വെച്ചാൽ അവരെ വരച്ചതോ പിക്ചറോ ഒക്കെ ഒരു തെറ്റ്, അത് തെറ്റല്ല. ഞാൻ ഇതിനു മുമ്പ് 4-5 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഈ ഹിന്ദുത്വരൊക്കെ അംഗീകരിക്കുന്നതിന് മുമ്പേ ഞാൻ ഫ്രഷ് കോഴി പാകം ചെയ്ത് കണിദ്രവ്യമായിട്ട് വെച്ച ആളാണ്. ഇതൊക്കെ പ്രതിഷേധമാണ്. ഇത് പട്ടികജാതിക്കാരുടെ ആചാരമല്ലേ? ഇപ്പൊ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഇപ്പൊ ചെയ്യണില്ല, പക്ഷെ മാടായിക്കാവ് അതുപോലെ പിഷാരിക്കാവ് ഇവിടെ ഉച്ചയ്ക്ക് കോഴി ഇറച്ചി നിവേദിച്ചുള്ള ക്ഷേത്രമാണ്. അത് ചണ്ടാള ബാബാജി ചെയ്യുന്ന ആ ആശയധാരയെ പിൻപറ്റിക്കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്ന ഒരു ചർച്ച എന്താണെന്നറിയാവോ? അതൊന്നും ഹിന്ദു മതത്തിന്റെ അല്ല, ആരൊക്കെയോ എന്തൊക്കെയോ കാണിക്കുന്ന പറഞ്ഞൊക്കെ ഹിന്ദു മതം ആവുമെന്ന് ചോദിച്ചാൽ എനിക്കവിടെ പറഞ്ഞു. ഇതിനൊക്കെ അതാ ഞാൻ അന്ന് രാമായണത്തിന്റെ വിഷയം വന്നപ്പോൾ അങ്ങനെ വിളിക്കാൻ കാരണം ഇതിനൊക്കെ പ്രാമാണിക ഗ്രന്ഥമാണ്. ഞാൻ സക്കീർ നായിക്കിനെ പോലും ഞാൻ ഫോളോ ചെയ്തിരുന്ന ആളാണ്. പിന്നെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു വെച്ചാൽ ഇവരൊക്കെ ഹിന്ദു കണ്ട് എടുത്തു പിടിക്കുന്നത് 4 വേദങ്ങളും ഉപനിഷത്തുക്കളും അതല്ല. ഹിന്ദുയിസത്തിന് വ്യത്യസ്ത ഗ്രന്ഥങ്ങളും അടിസ്ഥാനങ്ങളും. ഇപ്പൊ ഈ കൗളന്മാർ കുളാർണവം എന്നുള്ള ഗ്രന്ഥം ഫോളോ ചെയ്യുന്നേ വേദങ്ങൾ അവർക്ക് അധികാരമല്ല, വേദത്തെ അംഗീകരിക്കുന്നില്ല. അവർണം എന്ന് പറഞ്ഞാൽ താഴ്ന്നവരാണെന്നാ ധരിക്കുന്നത്. അങ്ങനെയല്ല, വർണ്ണഭാഷയിലാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന ഭൂരിപക്ഷ ഹൈന്ദവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വേദങ്ങളുമായി ബന്ധമില്ല. വേദാചാരത്തിലും ഈ സാധനങ്ങളുണ്ട്, പക്ഷെ എനിക്ക് പോകുന്നില്ല. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ ബാബാജി, ഞാൻ എന്റെ സന്ധ്യ നമസ്കാരം അല്ല ബാബാജി, ഞാൻ സന്ധ്യ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ ഒന്ന് വീഡിയോ കോൺഫറൻസ് ചെയ്തോട്ടെ. അപ്പൊ നമ്മുടെ ചർച്ച നമുക്ക് അവിടെ ഇടാം. ഞാൻ എന്താ എനിക്കൊരു ക്ലാസ് ഉണ്ട്, കുറച്ച് വൈകിയാൽ കുഴപ്പമില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഇതേ വിഷയത്തിൽ തന്നെ എനിക്ക് ക്ലാസ് ഉണ്ട്. ചാക്രയത്തിൽ എത്ര മണിക്കാണ് ബാബാജി ക്ലാസ്? ഞാൻ 8 to 9 ആയിരിക്കും. 7 to 8, 8, 9 മണി വരെ ഉണ്ടാവും. 2 ദിവസം കൊണ്ട് ക്ലാസ് തീർക്കാനാണ്. 9 മണിക്ക് ശേഷം അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് ഇരിക്കായിരുന്നു. 9 മണിക്ക് ശരി അല്ലേ? ഓക്കെ, അതിന് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ എനിക്ക് ക്ലാസ് ഫ്രീ ആയിട്ട് അങ്ങോട്ട് സംസാരിക്കാം. ഓക്കെ. അപ്പൊ ഞാനൊരു 9 മണിയാകുമ്പോൾ ബാബാജിനെ വിളിച്ചോളാം. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ അങ്ങയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. അങ്ങയുടെ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ ഞാനൊക്കെ ഇത്രയും കാലം ഈ തീവ്രവാദത്തെ പോലെ എതിർത്തിട്ട് ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ ഇതൊരു ആക്രമണമാണെന്നും മുസ്ലിമിനെ ഒരു അപരവൽക്കരിക്കുകയാണെന്നും ബോധ്യത്തിലാണ് ഇപ്പൊ നമ്മളൊക്കെ നിൽക്കുന്നത്. അപ്പൊ അവിടെ എന്താ വെച്ചാൽ എവിടെയും മുസ്ലിങ്ങളെ എറിഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. അംബേദ്കറെ മുൻനിർത്തിയിട്ട് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. ഒപ്പം ഹിന്ദുത്വമല്ല, ഹിന്ദു എന്ന വിശാല ആശയത്തെ RSS 99% എന്താ ഹിന്ദു എന്ന് അറിയില്ല. അങ്ങനെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് ചിദാനന്ദപുരി അടക്കം പണ്ട് പറഞ്ഞത് മാറ്റി നോക്കി. ഞാൻ സന്ധ്യ നമസ്കാരം നേരാണ് എനിക്കുണ്ട്. കൂടുതൽ നമുക്ക് ഇതിനോട് സംസാരിക്കാം. അപ്പൊ നമുക്ക് 9 മണിക്ക് ചർച്ച ചെയ്യാം.